ഗസയിൽ ആക്രമണം തുടരുമ്പോഴും ഇസ്രായേൽ ഗുരുതരമാണ് സാഹചര്യങ്ങൾ. വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് രാജ്യം എടുത്തറിയപ്പെടുന്ന എല്ലാ ലക്ഷണങ്ങളും രാഷ്ട്രീയ ഭരണ സൈനിക നേതൃത്വങ്ങൾ കാണിക്കുന്നുണ്ട്. സുരക്ഷാ ഏജൻസിയായ ഷിൻബെത്തിൽ നിയന്ത്രണം ഉറപ്പിക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കം വലിയൊരു നിയമയുദ്ധത്തിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നടപടി നേരിട്ട ഷിൻബെത്ത് ചീഫ് റോണൻ ബാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അതിഗുരുതരമായ ആരോപണങ്ങളാണ് നെതന്യാഹുവിനെതിരെ ഉയർത്തിയത്. അറ്റോർണി ജനറലിനെ മാറ്റാനുള്ള നീക്കവും വലിയ രാഷ്ട്രീയ വിവാദമായി ആളിക്കത്തുകയാണ്. ഇതിനിടെയാണ് ഗസ യുദ്ധത്തിലും ശക്തമായ ജനരോഷം ഉയരുന്നത്. ഒരു വശത്ത് ന്യൂനപക്ഷമായ തീവ്ര വലതുപക്ഷം ഗസ ആക്രമണം ഘടിപ്പിക്കാൻ ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. അധികാരം ഉറപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ മോഹങ്ങളാണ് തീവ്ര വലതുപക്ഷത്തിന് വഴങ്ങിയുള്ള രണ്ടാം ഗസ ആക്രമണത്തിലേക്ക് നയിച്ചത്. എന്നാൽ യുദ്ധമുന്നണിയിൽ നിന്ന് ഒട്ടും ശുഭകരമായ വാർത്തയല്ല വരുന്നത്. വ്യോമസേനയും നാവികസേനയും കരസേനയും എല്ലാം കടുത്ത എതിർപ്പ് തന്നെ ഉയർത്തി കഴിഞ്ഞു. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ സുരക്ഷിതത്വത്തിന് തങ്ങളുടെ ജീവൻ ബലി കൊടുക്കാനില്ലെന്നാണ് ആയിരക്കണക്കിന് സൈനികർ പരസ്യമായും അല്ലാതെയും വ്യക്തമാക്കിയത്. വലിയൊരു ശതമാനം റിസർവ് സൈനികരും യുദ്ധത്തിനിറങ്ങിയിട്ടില്ല. ഇതിനു പുറമെയാണ് ബന്ദികളുടെ ബന്ധുക്കളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ശക്തമാകുന്ന പ്രക്ഷോഭങ്ങൾ. ഇപ്പോഴിതാ അതിഗുരുതരമായൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ്. രാജ്യത്തെ പ്രമുഖരായ നേതാക്കളെ കൊലപ്പെടുത്താനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. റോണൻ ബാറാണ് വധശ്രമം നേരിടുന്ന നേതാക്കളിൽ പ്രമുഖനെന്നും ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിച്ച് അദ്ദേഹം വെളിപ്പെടുത്തി. രാഷ്ട്രീയ കൊലയെന്നാണ് ഇതിനെ ലാപിഡ് വിശേഷിപ്പിച്ചത്. ജൂതന്മാരെ കൊല്ലുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അദ്ദേഹം. വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റൊരു ദുരന്തത്തിലേക്കുള്ള പാതയിലാണ് നമ്മൾ. ഇത്തവണ നമുക്കുള്ളിൽ നിന്ന് തന്നെയാകും ആ ദുരന്തം എത്തുക. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന പ്രകോപനവും ഭ്രാന്തുമെല്ലാം മുമ്പെങ്ങുമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഒരു രാഷ്ട്രീയ കൊലപാതകം സംഭവിക്കാൻ പോകുന്നുണ്ട് രാജ്യത്ത്. ജൂതന്മാർ തന്നെ കൊല്ലുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത്. നമുക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു രാഷ്ട്രീയ കൊലയാകും നടക്കുക. ഷിൻബെത്ത് ഡയറക്ടർ റോണൻ ബാറാണ് വധഭീഷണിയുള്ളവരുടെ പട്ടികയിലെ പ്രധാനി. ഇങ്ങനെയായിരുന്നു യായിർ ലാപിഡിന്റെ വെളിപ്പെടുത്തൽ. ഭ്രാന്തമായ പ്രകോപനങ്ങളും അക്രമങ്ങൾക്കായുള്ള ആഹ്വാനവുമാണ് ഉന്നതതലത്തിൽ നടക്കുന്നതെന്നും നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അക്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നവരെ നമ്മൾ നേരിടണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ അടക്കി നിർത്തണം. ഇരുണ്ടതും അപകടകരവുമായ ഒരു സ്ഥലത്താണ് നാം എത്തി നിൽക്കുന്നതെന്നും ലാപിഡ് ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രകോപനപരമായ നീക്കങ്ങൾ നിർത്തിവെക്കണമെന്നാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം മന്ത്രിമാരുടെയും മയാമിയിലുള്ള സ്വന്തം മകന്റെയും വായടപ്പിക്കണം. മാധ്യമരംഗത്ത് താങ്കൾ വിലക്കെടുത്തവരെയും അടക്കി നിർത്തണം. അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഷിൻബത്തിനെയും സൈന്യത്തെയും പിന്തുണയ്ക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടതെന്നും ലാപിഡ് പറഞ്ഞു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പിന്നീട് ന്യായീകരിക്കാൻ നിൽക്കരുതെന്നും ലാപിഡ് നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ പ്രകോപന പരാമർശങ്ങളാകും അടുത്ത ദുരന്തം വിളിച്ചു വരുത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു. നെതന്യാഹുവിനെ വിമർശിക്കുമ്പോഴും റോണൻ ബാറിനെ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ ലാപിഡ് ശ്രമിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് പിന്നാലെ തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നുവെന്നാണ് ലാപിഡ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കൂടി പരാജയമാണ് അന്ന് സംഭവിച്ചതെന്ന് കൂട്ടിച്ചേർത്ത ലാപിഡ് നെതന്യാഹുവിനെതിരായ ആക്രമണ ആഹ്വാനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്.